നമസ്കാരം. ACV സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സൺഡേ എത്തി. സൺഡേയിൽ സ്വർണ്ണവർഷമായിട്ട് അതേ ഞാനെത്തി. സ്വർണ്ണവർഷം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? വളരെ ഈസി ആയിട്ട് സ്വർണം നേടാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം. നിങ്ങൾ ഇവിടെ കുറേ നമ്പേഴ്സ് കാണുന്നുണ്ടോ? 11 തൊട്ട് 70 വരെയുള്ള നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ബോക്സുകളാണ്. അപ്പോൾ നിങ്ങളൊന്ന് എന്നെ വിളിച്ചിട്ട് ഒരു നമ്പർ പറയുമ്പോൾ ഞാൻ അത് ചെന്ന് തുറക്കുമ്പോൾ അതിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നു. സ്വർണ്ണ നാണയമാണ് ഇതിനകത്ത് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ എവിടേക്കോ ആണ് വെച്ചിരിക്കുന്നത്. അത് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്വർണം നേടാം ഇന്നത്തെ ഈ ഒരു സൺഡേ. സോ മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വാട്സപ്പിൽ നിങ്ങൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു നമ്പർ ഇത് ഇത്രയും അയക്കുക. ഒറ്റ തവണ മാത്രമേ അയക്കാവുള്ളൂ. 8086014443 എന്ന നമ്പറിലാണ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടത്. ആ നമ്പറിൽ വിളിക്കാനേ പാടില്ല. വിളിക്കാനുള്ള നമ്പർ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ആ നമ്പറിൽ മാത്രം വിളിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളിലോട്ട് കടന്നാലോ? ഹലോ 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 സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? എറണാകുളത്ത് നിന്ന് ആരാണ്? രേണു. ഓക്കെ, രേണു എന്താ ചെയ്യുന്നേ? ഞാൻ ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിലെ 2 മക്കളെ, ഇരട്ട കുട്ടികളെ. കഴിഞ്ഞ ദിവസം ആദ്യം വിളിച്ചത് ആർച്ചയായിരുന്നു. ഓക്കെ, കഴിഞ്ഞതിന്റെ മുമ്പത്തെ എപ്പിസോഡില്. ആർച്ച എന്താ ചെയ്യുന്നേ? ആർച്ച 4th സ്റ്റാൻഡേർഡില്. ഓക്കെ, ഒരാളും കൂടെ ഉണ്ടല്ലേ? ആരോമൽ 4th സ്റ്റാൻഡേർഡ്. ട്വിൻസ് അല്ലേ? ഓക്കെ, രണ്ടുപേരും ഉണ്ടോ വീട്ടില്? ഉണ്ട്. ഓക്കെ, ഇന്ന് എന്താണ് സൺഡേ പരിപാടി? പരിപാടിയൊന്നുമില്ല. ഒന്നും പ്ലാൻ ചെയ്തില്ല. രാവിലെ 12 മണിയാകാൻ നോക്കിയിരിക്കും. എന്തോ? എല്ലാ ആഴ്ചയിലും 12 മണിയാകാൻ നോക്കിയിരിക്കും കോൾ വിളിക്കാനായിട്ട്. അടിപൊളി. അപ്പൊ ഇന്ന് നമുക്ക് സ്വർണം കിട്ടുമെന്ന് നോക്കാം. ഏതാണ് നമ്പർ? 37 അല്ലേ? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കോളർ ആണ്. ഫസ്റ്റ് പറയുന്ന നമ്പർ ആണ്. ഈ ഒരു 37ല് ഗോൾഡ് ഉണ്ടോ രേണുവിനെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. ഓക്കെ, ഓപ്പൺ ആക്കുവാണേ. 37 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ലല്ലോ, സാരില്ല കേട്ടോ, ഗോൾഡ് ഇല്ല. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, ഇനിയും വിളിക്കണം, കാണണം. ഓക്കെ, ബൈ. ഓക്കെ, രേണുവിനും ഗോൾഡ് കിട്ടിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. 12 മണിയാകുമ്പോൾ വെയിറ്റ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞത്. ഒരുപാട് സന്തോഷം അതറിഞ്ഞതിൽ. ഇനിയും കാണുക, ഇനിയും പങ്കെടുക്കുക കേട്ടോ. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. പിന്നെ ഇതൊരു ലക്ക് പരീക്ഷിക്കുന്ന ഒരു ഗെയിമാണ് അല്ലേ? നമുക്കറിയാം, നമ്മൾ പറയുന്ന നമ്പർ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഉണ്ടായിന്ന് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ തവണയും നിങ്ങൾക്ക് വിളിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ വിളിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ വാട്സപ്പിൽ അയക്കാനും മറക്കരുത് കേട്ടോ. എന്നാലും നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ ACV സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഇർഫാൻ. ഉറക്കെ സംസാരിക്കണേ. എവിടുന്നാ വിളിക്കുന്നത് ഇർഫാന? കാരക്കാട്. എന്താ ചെയ്യുന്നേ? ഞാൻ MTTC സ്റ്റുഡന്റ്. എന്തിന്റെ സ്റ്റുഡന്റാ? MTTC. ഓക്കെ. എത്ര നാളത്തെ കോഴ്സാ അത്? എത്ര നാളത്തെ കോഴ്സാ? ഞാൻ 1 വർഷത്തെ കോഴ്സാണ്. ആണോ? കഴിയാറായോ? 4 മാസം കൂടി ഉണ്ട്. 4 മാസം കൂടി ഉണ്ട്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഉമ്മ, ഉപ്പ, അനിയന്മാര്, അനിയത്തി. അപ്പൊ മൊത്തം നിങ്ങൾ 4 പേരാണോ? 5 പേര്. 5 പേര്. ഓക്കെ, അടിപൊളി. അപ്പൊ അവരൊക്കെ പഠിക്കാണോ? അപ്പൊ അവരൊക്കെ പഠിക്കാം. ഞാനാ മൂത്ത ആളാ അല്ലേ? ഓക്കെ. ഏതാണ് നമ്പർ? 36 അല്ലേ? 36 നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. 36 ഗോൾഡ് ഉണ്ടോന്ന് നോക്കട്ടെ. നേരത്തെ 37 ആണ് പറഞ്ഞത്. തൊട്ടടുത്ത നമ്പറാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. 36. ലെറ്റ്സ് സീ. അയ്യോ, ഇല്ല കേട്ടോ. ഇല്ല, സാരില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. അതൊരു എനിക്ക് തോന്നുന്നു ഒരു സൈക്കോളജിയാന്ന് തോന്നുന്നു. നമുക്ക് ആരെങ്കിലും ഓപ്പൺ ആക്കി അതിനടുത്തുള്ള നമ്പേഴ്സൊക്കെ ഓപ്പൺ ആക്കാൻ നമുക്ക് തോന്നും അല്ലേ? ആ ഒരു ചില സമയങ്ങൾ ഞാൻ പറയില്ലേ, ചില റോസ് പെട്ടെന്ന് ക്ലിയർ ആയി പോകും. കാര്യം അടുത്തടുത്ത് വിളിക്കുന്ന ആൾക്കാർ ആ നമ്പേഴ്സ്, അടുത്തുള്ള നമ്പേഴ്സ് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എങ്ങനെയാണ് ഒരു പാറ്റേൺ പോകുന്നത്, ഏതൊക്കെയാണ് ഓപ്പൺ ആക്കാൻ പോകുന്നത്, ഏതിലൊക്കെ ഗോൾഡ് ഉണ്ട്, എപ്പോൾ സ്വർണം കിട്ടും അല്ലേ? ആദ്യമേ കോളേഴ്സിന് കിട്ടുമോ അതോ ലാസ്റ്റിലോട്ടാണോ കിട്ടുക, ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ. ഹായ്, ഇതാരാണ്? സിദ്ധാർത്ഥ്. എവിടുന്നാ വിളിക്കുന്നേ? കൊട്ടാരക്കര. സിദ്ധാർത്ഥിനെ സിദ്ധു എന്നാണോ വീട്ടിൽ വിളിക്കുന്നേ? ആണ്. ഇനി മുന്നേ വിളിച്ചിട്ടുള്ള സിദ്ധു അല്ലേ?
സിദ്ധു എത്രാം ക്ലാസ് ആയിരുന്നു? 3ലാണ് സിദ്ധു പഠിക്കുന്നത് അല്ലേ? പാട്ട് പാടുന്ന സിദ്ധു അല്ലേ ഇത്? ഇന്ന് പാട്ട് പാടി തരുമോ? കേക്കട്ടെ. പടകളം തന്നില്ലോ ഒരു മക വീഴുന്നല്ലോ പടയിടുവാൻ തുനിഞ്ഞല്ലോ പശിയവനേറെ ഉണ്ടല്ലോ ബഹുകേമണല്ല അല്ല മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ ദാഗ്രാരി മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ ദാഗ്രാരി കൃഷ്ണ നീ എവിടെ ഒരു സൂത്രം കാട്ടിയില്ലേ പിന്നെ അവർ തല്ലി വിട്ടില്ലേ നിനക്കേറെ കോപം വന്നില്ലേ അമ്മാവന്റെ എങ്കിലും ആര് ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോയിട്ടാകുന്നതാര് ആര് ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോയിട്ടാകുന്നതാര്. അടിപൊളി. കഴിഞ്ഞ തവണ ഇതുപോലെ സ്പീഡായിട്ടൊരു പാട്ടല്ലേ പാടിയത്? ഇത് ഈ ലിറിക്സ് ഇങ്ങനെ പഠിച്ചു വെക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ? എല്ലാം പഠിച്ചു വെക്കും അല്ലേ? അടിപൊളി. പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ സിദ്ധുക്കുട്ടൻ? പോന്നില്ല. പോത്തെന്താ? വീട്ടിലിരുന്ന് പഠിക്കും ഒറ്റയ്ക്ക്, അത് മതി അല്ലേ? ഓക്കെ, ഏതാണ് നമ്പർ മോനെ? 55 ആണോ 65 ആണോ? 55. 55. ഓക്കെ, നോക്കാം നമുക്ക് 55ല് ഗോൾഡ് ഉണ്ടോ സിദ്ധുക്കുട്ടന്? നോക്കട്ടെ. ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ല കേട്ടോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ടൈം ഇനി വിളിച്ചു നോക്കാം നമുക്ക് കിട്ടുമോന്നേ. കേട്ടോ? ഓക്കെ. സിദ്ധുക്കുട്ടൻ വളരെ സ്മാർട്ടാണ്. എപ്പോൾ വിളിച്ചാലും പാടിത്തരാനൊക്കെ പറഞ്ഞാൽ പാടും. ഒന്ന് തിരിഞ്ഞു നോക്കും, ആ മൊമെന്റിൽ അങ്ങ് പാടി തുടങ്ങും. അതാണ്, അങ്ങനെ വേണം എല്ലാവരും. ആ ഒരു സ്മാർട്ട്നെസ് അടിപൊളിയാണ്. ഇങ്ങനെ സിദ്ധുക്കുട്ടനെ പോലെ ആവണം എല്ലാവരും. എന്തായാലും സിദ്ധുക്കുട്ടനെ ഇത്തവണ കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇതുവരെ നമ്മൾ 3 നമ്പേഴ്സാണ് ഓപ്പൺ ആക്കിയത്. 36, 37 ആൻഡ് 55. ഇനി ഒരുപാട് നമ്പേഴ്സ് ഓപ്പൺ ആക്കാനുണ്ട്. എന്തായാലും നെക്സ്റ്റ് കോളർ വിന്നർ ആകുമോ എന്ന് നമുക്ക് നോക്കാം. ഹലോ. ഹായ്, ഇതാരാണ്? മണികണ്ഠനാണ്. എവിടെന്നാ വിളിക്കുന്നേ? പാലക്കാട്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള മണികണ്ഠനാണോ? അതെ. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. എന്തായിരുന്നു ചെയ്യുന്നേ മണികണ്ഠൻ? ഞാൻ പ്രൈവറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പ്രൈവറ്റ്. ഓക്കെ. ഇന്ന് ഏതാണ് നമ്പർ? ഏതാണ്? 70. ലാസ്റ്റ് നമ്പർ 70. ഓക്കെ, ലാസ്റ്റ് നമ്പർ പറഞ്ഞിരിക്കുകയാണ് മണികണ്ഠ ഇത്തവണ. നോക്കാം നമുക്ക്. 70ൽ ഗോൾഡ് ഉണ്ടോ? 70 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ല കേട്ടോ. അയ്യോ കഷ്ടായി പോയി. നെക്സ്റ്റ് ടൈം നമുക്ക് കിട്ടുമോ നോക്കാം. ഓക്കെ. ബൈ. ഓക്കെ, 70ൽ ഇല്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ചാൻസും കൂടെ ഉണ്ട് കേട്ടോ. വാട്സപ്പിൽ അയക്കാൻ മറക്കരുത്. വാട്സപ്പിൽ 8086011443 എന്ന നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്രയും അയക്കാം. ഒരൊറ്റ തവണ മാത്രമേ അയക്കാവുള്ളൂ. ഒരുപാട് തവണ അയച്ചു കഴിഞ്ഞാൽ അത് ഡിസ്ക്വാളിഫൈ ആവും. ഒറ്റ തവണ മാത്രം അയക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് അയക്കാൻ നോക്കുക. ലാസ്റ്റ് ലോട്ട് അയക്കാം, എല്ലാവരും തുറന്ന് കഴിഞ്ഞിട്ട് അയക്കാം എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. കാര്യം വേറെ ആരെങ്കിലും നേരത്തെ അയച്ചിട്ടുണ്ടാവും നമ്പർ, അവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് വരിക. ഓക്കെ, സോ പെട്ടെന്ന് അയക്കുക. അതുപോലെ തന്നെ വിളിച്ചും പങ്കെടുക്കുക. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, ഇതാരാണ്? ശില്പക്കുട്ടി, ആലപ്പുഴന്നാണ്. ചേട്ടാ സുഖമാണോ? ചേച്ചിക്ക് സുഖമാണോ? ചേച്ചിക്ക് സുഖമായിട്ടിരിക്കുന്നു. മോള് പോയോ തിരിച്ച്? മോള് പോയോ? ഇല്ല, മോളിവിടെ ഉണ്ട്. മോളുണ്ട്. ചേട്ടാ പേരൊന്നും കൂടെ പറയാം. എനിക്ക് ചേച്ചിയുടെ പേരാണ് എപ്പോഴും ശിവരഞ്ജനി ചേച്ചിയുടെ പേര് മാത്രമാണ് ഓർമ്മ വരുന്നത്. വേണുഗോപാൽ ചേട്ടൻ. യെസ്, വേണുഗോപാൽ ചേട്ടൻ. ഓക്കെ, അപ്പൊ മോള് പോയിട്ടില്ല തിരിച്ചല്ലേ? മോള് പോയിട്ടില്ല. മോളുടെ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന വയസ്സാ ഞാനിപ്പോ പറഞ്ഞു. എന്തോ? 43 വയസ്സ്. മോളുടെ പ്രായമാണ് പറയുന്നതെന്നല്ലേ? മോളുടെ പ്രായം എല്ലാരോടും പറഞ്ഞു. മോള് പ്രശ്നം ഉണ്ടാക്കും മിക്കവാറും. 43 ആണ് അല്ലേ? ഭാഗ്യമുണ്ടെങ്കിൽ കൊടുക്കാം നമുക്ക് അല്ലേ? ആ ഭാഗ്യമുണ്ടെങ്കിൽ കൊടുക്കാം. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ 43 ഉണ്ടോ നോക്കിക്കളയാം. ഓക്കെ, 43 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ലല്ലോ. സാരമില്ല. നെക്സ്റ്റ് ടൈം കിട്ടുമോ നമുക്ക് നോക്കാം കേട്ടോ ചേട്ടാ. എല്ലാരും അന്വേഷിച്ചെന്ന് പറയണേ. പറയാം. മോളോട് പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു. അതെ വിളിച്ച് നോക്കാം നമുക്ക് കിട്ടുമോ. ശരി ചേട്ടാ. ടാറ്റാ.
ഓക്കെ, നമുക്ക് എന്നും എല്ലാ ദിവസവും, അതായത് എല്ലാ സൺഡേ നമ്മളെ വിളിക്കുന്നതാണ്, ചേച്ചിയും ചേട്ടനും എല്ലാവരും വിളിക്കുന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് സ്വർണവും കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവരെ പോലെ തന്നെ നിങ്ങളും എപ്പോഴും ട്രൈ ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ യെസ്, നമുക്കിപ്പോൾ 4 ബോക്സസ് ക്ലോസ് ആയി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? തൃശ്ശൂർ ഷാജിയാണ്. ഷാജി, എവിടുന്നാ വിളിക്കുന്നേ? തൃശ്ശൂർ അല്ലേ? തൃശ്ശൂർ. ഓക്കെ, വീട്ടിലാരൊക്കെയുള്ള ചേട്ടാ? ഹലോ, വീട്ടിലാരൊക്കെയുള്ളത്? വീട്ടിലെ 3 മക്കളുണ്ട്. 3 മക്കളുണ്ട്. ഓ, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ആ, മൂത്ത മകള് കല്യാണം കഴിഞ്ഞു. ചെക്കൻ ഗൾഫിലാണ്. താഴെ വീട്ടിൽ പഠിക്കുന്നു. എന്താണ് പഠിക്കുന്നത്? പഠിക്കുന്നു താഴെ. എന്താ ചേട്ടൻ ഭയങ്കര സ്പീഡിലാട്ടോ സംസാരിക്കുന്നേ, എല്ലാരും പറയോ? ഓക്കെ ചേട്ടാ, ഏതാണ് നമ്പർ? 38 അല്ലേ? 38 നമുക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. ഷാജി ചേട്ടന് ഗോൾഡ് ഉണ്ടോ 38? സോ 36 ക്ലോസ് ആയി, 37 ക്ലോസ് ആയി, ഇനി 38 ആണ് നമ്മൾ ഓപ്പൺ ആക്കാൻ പോകുന്നത്. ലെറ്റ്സ് സീ. അയ്യോ ഇല്ല കേട്ടോ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. സാരില്ല, നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. താങ്ക് യു, ബൈ. ചേട്ടൻ ഭയങ്കര ഫാസ്റ്റായിട്ട് സംസാരിക്കുന്ന ആളാണ്, സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നൊക്കെയുണ്ട്. കിട്ടിയില്ലെങ്കിലും ചേട്ടൻ ചിരിക്കുന്നുണ്ട്. സോ അങ്ങനെ തന്നെ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക. നമ്മൾ കുറച്ച് ബോക്സസ് ഇപ്പോൾ ഓപ്പൺ ആക്കി, ഒന്നിലും തന്നെ നമുക്ക് ഗോൾഡ് കണ്ടെത്താനായിട്ടില്ല. എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയില്ല അല്ലേ? നമുക്ക് കാത്തിരുന്ന് കാണാം ഏതിലാണ് എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ. എന്തായാലും നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? രേണുക, കോഴിക്കോട് നിന്ന് രേണുക. ഓക്കെ, രേണുക എന്താ ചെയ്യുന്നേ? വീട്ടമ്മയാണ്. ഓക്കെ, വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടില് ഹസ്ബൻഡും മോളും ഉണ്ട്. മോൾ എത്രാം ക്ലാസ്സിലാ? മോള് 9th-ലാണ്. ഓക്കെ, അപ്പൊ ക്രിസ്മസ് പരീക്ഷയൊക്കെ തുടങ്ങാറായോ? ഓ, എന്നാ തുടങ്ങുന്നേ? അടുത്ത ആഴ്ചയാണെന്ന് പറഞ്ഞല്ലേ? എന്തോ ടൈം ടേബിൾ വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ ചേച്ചി? 24 അല്ലേ? ഓക്കെ, 24 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, ലെറ്റ്സ് സീ. 24 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ല കേട്ടോ, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് വിചാരിക്കാം. ഇനിയും വിളിക്കണം. ഓക്കെ, ടാറ്റാ. ചേച്ചിക്കും കിട്ടിയിട്ടില്ല. സോ സമയമുണ്ടല്ലേ, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് സ്വർണം വരത്തുള്ളൂ. ചില ദിവസം ആദ്യം തന്നെ ഫസ്റ്റ് വിന്നറിന് തന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. എന്തായാലും ഇന്നത്തെ ദിവസം ഫസ്റ്റ് വിന്നേഴ്സ് ഒന്നും ഇല്ല, ആദ്യത്തെ കോളേഴ്സിലൊന്നും വിന്നേഴ്സ് ഇല്ല. ഇനി അങ്ങോട്ടാണ് വിന്നേഴ്സ് വരേണ്ടത്. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, ആരാണിത്? നീതു ആണ്. നീതു, എവിടുന്നാ വിളിക്കുന്നേ? കോട്ടയം. എന്താ ചെയ്യുന്നത് നീതു? ഹൗസ് വൈഫ് ആണ്. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടില് ചേട്ടനും മോളും അമ്മയും. ഓക്കെ, ചേട്ടൻ എന്താ ചെയ്യുന്നേ? ചേട്ടൻ ഓട്ടോ ഡ്രൈവറാണ്. മോളോ? മോൾ 6ാം ക്ലാസ്സിൽ. ഇന്ന് എന്താണ് സൺഡേ പരിപാടി? സിനിമയൊക്കെ കണ്ടോ? സിനിമയ്ക്ക് പുറത്തു പോയി കാണുകയാണോ അതോ വീട്ടിലിരുന്ന് കാണുകയാണോ? പുറത്തു പോയി കാണാറില്ല. ഓക്കെ. സോ ഏതാണ് നമ്പർ? 13 അല്ലേ? ഓക്കെ, 13 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ഫസ്റ്റ് റോയിലോട്ട് കടന്നിരിക്കുകയാണ്. 13 ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തുറക്കാം. അയ്യോ ഇല്ലല്ലോ, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ബൈ. ഓക്കെ, സോ യെസ്, ഇതുവരെ വിളിച്ച് എല്ലാവരും വാട്സപ്പിൽ അയക്കാൻ മറക്കരുത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. കാര്യം നമ്മുടെ സമ്മാനം ഗോൾഡാണ്. അപ്പോൾ അത് കിട്ടാനുള്ള ചാൻസ് ഒന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. കോളിലൂടെയും പങ്കെടുക്കാം, വാട്സപ്പിലൂടെയും പങ്കെടുക്കാം. കോൾ ചെയ്തവർക്കും വാട്സപ്പിൽ അയക്കാം. അപ്പോൾ നിങ്ങൾ വിളിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാട്സപ്പ് അയക്കാം. ചില സമയം നമുക്ക് കോള് ചിലപ്പോൾ കണക്റ്റ് ആയില്ലെന്നും വരും. അങ്ങനെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ അയക്കാൻ മറക്കരുത്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് കിടക്കാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? ദിലീപ് കുമാർ. കോഴിക്കോട് മലാപ്പറമ്പ്. എവിടെന്നാ?
കോഴിക്കോട് മലാപ്പറമ്പ്. കോഴിക്കോട് എന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിലെ ഭാര്യയും മോളും. മോൾ എത്രാം ക്ലാസ്സിലാ? മോൾ 9th. ചേട്ടാ എന്താ ചെയ്യുന്നേ? ഞാൻ റൈറ്ററായിട്ട് വർക്ക് ചെയ്യാം. എന്തോ റൈറ്ററായിട്ട് വർക്ക് ചെയ്യാം. വലിയങ്ങാടിയിലെ റൈറ്റർ. വലിയങ്ങാടി ബിഗ് ബസാറില്. റൈറ്റർ. ഓക്കെ ഓക്കെ ഓക്കെ. ശരി. എന്താണ് ഇന്ന് സൺഡേ പരിപാടി? എന്റെ പരിപാടിയാ? സൺഡേ കാര്യമായിട്ട് പരിപാടി ഒന്നുമില്ല. ഇന്ന് ഇങ്ങനെ വീട്ടില് ഫുൾ റെസ്റ്റ്. പുറത്തൊന്നും പോകത്തില്ല വൈകുന്നേരം ഒന്നും? ഇന്ന് പോയാൽ രാവിലെ പോകുന്നു. ഓക്കെ. ഏതാണ് നമ്പർ ചേട്ടാ? 11. 11 അല്ലേ? 11. ഓക്കെ ഓക്കെ. 11 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്പർ ആണ്, ഫസ്റ്റ് ബോക്സ് ആണ്. ലെറ്റ്സ് സീ 11 ചേട്ടന് ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ ചേട്ടാ. സോറി എന്നാണ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ടൈം സമ്മാനം അടിക്കട്ടെ. ഓക്കെ. ബൈ. സോ ചേട്ടൻ ആ സോറി കണ്ടപ്പോഴേ ചിരി വന്നു. ഇഷോ കിട്ടിയില്ലല്ലോ എന്നായിപ്പോയേ. സാരമില്ല, എന്തായാലും നെക്സ്റ്റ് ടൈം നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. കാര്യം ഇത്രയും നമ്പേഴ്സ് ഉണ്ട്. 11 തൊട്ട് 70 വരെയുള്ള നമ്പറിൽ എവിടേക്കാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാട് തന്നെയാണ്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ വിളിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന നമ്പറിൽ ഉറപ്പായിട്ടും ഗോൾഡ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് പങ്കെടുക്കാൻ വളരെ ഈസിയാണ്. ഒരു കോൾ ചെയ്യുക, ഒന്ന് നമ്പർ പറയുക. ഞാൻ വലുതായിട്ടൊന്നും നിങ്ങളെ കുഴപ്പിക്കാറില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഈ ചാൻസ് മിസ് ചെയ്യരുത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് കിടക്കാം. ഹലോ സബീനയാണോ? എവിടെന്നാ വിളിക്കുന്നത്? കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. വീട്ടിൽ ആരൊക്കെയുണ്ട് സബീന? വീട്ടില് മരുമോളും മക്കളും 2 കുട്ടികള്. മരുമോളും മക്കളും. മക്കൾക്കാണോ 2 കുട്ടികൾ? മോനിക്ക് 2 കുട്ടികളും ഭാര്യയും ഞാനും മാത്രമേ ഉള്ളൂ. ഒരു മോനാണോ ഉള്ളത്? ഒരു മോനാ ഉള്ളത്. കൊച്ചുമക്കളൊക്കെ എത്രയായി? മൂത്ത മോള് LKG-ല്, 1 വയസ്സായി. ഇളയതിന് 1 വയസ്സേ ആയുള്ളൂ. ഓക്കെ. മോൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളോ അതോ രണ്ടുപേരും? മോനും മരുമോളും ഒക്കെ വർക്കിംഗ് ആണോ അതോ? മോൻ മൊബൈൽ വർക്കിങ്ങിന് പോകുന്നു, മരുമോള് MCOM-ന് പഠിക്കുന്നു. അപ്പം ആന്റി തന്നെയാണ് 2 മക്കളെ നോക്കുന്നത് അല്ലേ? അടിപൊളി. എങ്ങനെയാണ്, കുസൃതിയാണോ കൊച്ചുമക്കള്? കുസൃതിക്കാരാണോ കൊച്ചുമക്കള്? കുസൃതിക്കാരാ. ആണോ? അമ്മൂമ്മ അനുസരിക്കോ? അനുസരിക്കൊക്കെ ചെയ്യും. പക്ഷേ ഓക്കെ. ഏതാണ് നമ്പർ? 52. 52. ഓക്കെ, 52-ല് നമുക്ക് ഗോൾഡ് ഉണ്ടോ നോക്കിക്കളയാം. ഓക്കെ. Let's see 52 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ല കേട്ടോ. ഓക്കെ, നമുക്ക് സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നോക്കാം. ഓക്കെ. ഓക്കെ, അപ്പോൾ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. ഇനി വിളിക്കാൻ പോകുന്നവർക്കാണ് കിട്ടാനിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിലപ്പോൾ ഒരു ഹാഫ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിന്നേഴ്സിനെ കിട്ടാറുണ്ട്. ചില സമയങ്ങളിൽ ഒന്നും പറയണ്ട, ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നമുക്ക് വിന്നേഴ്സിനെയൊക്കെ കിട്ടുന്നത്. അത് ആ ഒരു ദിവസത്തിൻ്റെ പോലെ ഇരിക്കും എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ നെക്സ്റ്റ് കോളറിന് സ്വർണം കിട്ടുമോ എന്നുള്ളത്. കൂട്ടത്തിൽ വാട്സപ്പിൽ വായിക്കാൻ മറക്കരുത്. എന്തായാലും കോളറിലോട്ട് കിടക്കാം. ഹലോ. ഹായ്, ഇതാരാണ്? ഷീല പതുക്കെ സുശീലയായിട്ടാണ് സംസാരിക്കുന്നത്. കുറച്ച് ഉറക്കെ സംസാരിക്കുമോ? എന്തോ ആണല്ലേ? എനിക്കും ഉണ്ട് കേട്ടോ, ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ചുമയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഹലോ, ഇപ്പൊ കേക്കാം ചേച്ചി, ഇപ്പൊ കേക്കാം. എവിടെന്നാ വിളിക്കുന്നേ? കൊല്ലം. ഓക്കെ. വീട്ടിലാരൊക്കെയാ ഉള്ളത്? മോളുണ്ട്. മോളാണ് കൂടെ ഉള്ളത് അല്ലേ? ഒരാളേ ഉള്ളൂ. ഏതാണ് നമ്പർ ചേച്ചി സെലക്ട് ചെയ്തേ? 54 അല്ലേ? ഓക്കെ, നമുക്ക് 54 ഒന്ന് തുറന്ന് നോക്കാം, ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നോക്കട്ടെ. 54 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ല കേട്ടോ ചേച്ചി, 54-ൽ ഗോൾഡ് ഇല്ല. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ ഗോൾഡ് കിട്ടുമോ എന്ന് നോക്കിക്കളയാം. ഓക്കെ, ബൈ. ചേച്ചി മൊത്തത്തിൽ
പതുക്കെയാണ് സംസാരിക്കുന്നത്, തൊണ്ട വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതൊന്നും ചോദിക്കാത്തത്. ഓക്കെ, എനിക്ക് ചെറിയൊരു തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്, അതുകൊണ്ട് ചേച്ചി ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. സോ യെസ്, എല്ലാവരും വാട്സപ്പിലും അയക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷയും വിശ്വാസവും ഒക്കെ. കാര്യം ഗോൾഡാണ് നമ്മുടെ സമ്മാനം. ഗോൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് ഇഷ്ടമാണ് അല്ലേ, നമുക്ക് അണിയണമെന്നൊന്നുമില്ല, നമുക്കൊരു അസറ്റ് ആയതുകൊണ്ട് തന്നെ ഗോൾഡ് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും. അതാണ് നമ്മുടെ സമ്മാനം. എന്തായാലും നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ. ഹലോ, ഹായ്, ഇതാരാണ്? എന്റെ പേര് ജിൻസി. ജിൻസി എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. എന്താ ചെയ്യുന്നത് ജിൻസി? ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ഇന്ന് അവധിയാണല്ലോ. സാറ്റർഡേ സൺഡേ അവധിയാണോ? സാറ്റർഡേ സൺഡേ ഓഫാണ്. ഓക്കെ, വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടില് അമ്മ, ഹസ്ബൻഡിന്റെ ചേട്ടൻ. ഓക്കെ, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ? രണ്ടുപേരും ടെക്നോ പാർക്കിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരേ ടൈമിംഗ് ആണോ, ഒരുമിച്ചാണോ നിങ്ങൾ പോകുന്നേക്കെ? ഒരുമിച്ചാണ്. ഈ നോർമൽ ഷിഫ്റ്റ് ആണോ അതോ? നോർമൽ ഷിഫ്റ്റ് ആണ്. 9:30 to 6:30 അല്ലേ? ഓക്കെ. ഇന്ന് ഏതാണ് നമ്പർ ചൂസ് ചെയ്തിരിക്കുന്നത്? ഞാൻ നമ്പർ 18. 18. ഓക്കെ, 18 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. 18. ഓക്കെ, 18 തുറക്കുമ്പോൾ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ജിൻസി. ഇനിയും വിളിക്കണം. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ ജിൻസിക്കും കിട്ടിയിട്ടില്ല. ഇന്ന് ഏതൊക്കെയോ ഭാഗ്യവാന്മാർ അവിടെ നോക്കിയിരിപ്പുണ്ട്. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഇതുവരെ ആ ഒരു വിന്നറിലേക്ക് എത്താൻ പറ്റാത്തത്. അപ്പം നിങ്ങൾ നോക്കിയിരിക്കാതെ വിളിക്കുക. പിന്നെ ചില ഭാഗ്യവാന്മാർ ട്രൈ ചെയ്യുന്നുണ്ടാവും, ഫസ്റ്റ് ടൈം സെക്കൻഡ് ട്രൈ ഒക്കെ കണ്ടിട്ട് വിട്ട് കളയണോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നുണ്ടാവും. നോ, ഇനിയും ട്രൈ ആണ്. ഓഫ് കോഴ്സ് എന്തായാലും ഒരുപാട് പേര് വിളിക്കുമ്പോൾ ചിലപ്പോൾ കോൾ ബിസിയാണ്. അപ്പോൾ ഒരു കുറച്ച് തവണ ഒരു 3, 4, 5 ടൈംസ് ചിലപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യേണ്ടി വരും എന്നും പറഞ്ഞ് നിങ്ങൾ ഒരു ചാൻസ് മിസ് ചെയ്ത്. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ. ഹായ്, ഇതാരാണ്? എന്റെ പേര് രാധിക. ഓക്കെ, രാധിക എവിടുന്നാ വിളിക്കുന്നേ? കണ്ണൂർ. ഓക്കെ, എന്താ ചെയ്യുന്നത് രാധിക? ഹൗസ് വൈഫ് ആണ്. വീട്ടിലാരൊക്കെയാ ഉള്ളത്? മക്കളൊക്കെ എന്താ ചെയ്യുന്നേ? മക്കള് മൂത്തയാള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ 5ാം ക്ലാസ്സിൽ. ഞാൻ മുന്നേ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഗോൾഡ് അടിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും കിട്ടിയില്ല. ഓക്കെ, മക്കളുടെയൊക്കെ പേരെന്താ? മൂത്താളുടെ പേര് പൂജ, രണ്ടാമത്തെ ആൾ അച്ഛൻ. എല്ലാരും ഉണ്ടോ വീട്ടില്? ഉണ്ട്. സൺഡേ എന്താണ് പരിപാടി മൊത്തത്തിൽ? അവരൊക്കെ ഹോംവർക്ക് ചെയ്യുന്നു, അങ്ങനെ എക്സാം ഒക്കെ എല്ലാവരും. എന്തോ എക്സാം ആയതുകൊണ്ട് മൊത്തത്തിൽ തിരക്കാം അല്ലേ? ഓക്കെ, ട്യൂഷനൊക്കെ ഉണ്ടോ? ട്യൂഷനൊക്കെ ഉണ്ടോ? ട്യൂഷനൊന്നും പോകുന്നില്ല. ഓക്കെ, ഏതാണ് നമ്പർ? നമ്പർ 12. 1 to 12 അല്ലേ? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് റോയൽ 11 പോയി, 13 പോയി, 12 പോയിട്ടില്ല. അങ്ങനെ 12 ചൂസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം 12 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. സാരമില്ല, നെക്സ്റ്റ് ടൈം തന്നെ ലക്ക് വരട്ടെ. ഓക്കെ, ബൈ. സോ യെസ്, ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ വാട്സപ്പ് നമ്പറിലോട്ട് വിളിക്കരുത്. അതുപോലെ വീഡിയോ കോള്, നോർമൽ കോള്, ഇതൊന്നും വാട്സപ്പ് നമ്പറിലോട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് കോൾ ചെയ്യാൻ വേണ്ടി മറ്റൊരു നമ്പറുണ്ട്, അതിലോട്ട് തന്നെ വിളിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് കോളും വീഡിയോ കോളും ചെയ്യരുത്, നോർമൽ കോള് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ മാറി ഒന്നും ചെയ്യരുത്. നമുക്കൊരു പൊതുവെ ഇപ്പോൾ ഒരു ശീലമുണ്ട്, നമ്മൾ ഏതെങ്കിലും നമ്പർ കണ്ടാൽ വാട്സപ്പ് കോൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്, നോർമൽ കോള് തന്നെ ചെയ്യുക കോൾ ചെയ്യേണ്ട നമ്പറിൽ. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ. ഹായ്, ഇതാരാണ്? പാലക്കാട് ജയചന്ദ്രൻ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാനുള്ള ചേട്ടനല്ലേ? സുഖമായിട്ടിരിക്കുന്നോ ചേട്ടാ? കുഴപ്പമില്ല. ഇന്ന് ഏതാണ് നമ്പർ? ഹലോ, ഇന്ന് ഏതാണ് നമ്പർ എടുത്തിരിക്കുന്നത് ചേട്ടൻ? 49. 49 അല്ലേ? 49. ഓക്കെ, 49 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, ലെറ്റ്സ് സീ. 49. യെസ്, 49 ഓപ്പൺ ആക്കുമ്പോൾ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം.
അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ഓക്കെ ചേട്ടാ, ടാറ്റാ. ഓക്കെ ഓക്കെ, ബൈ. സോ ചേട്ടനും കിട്ടിയിട്ടില്ല, ജയചന്ദ്രൻ ചേട്ടനും കിട്ടിയിട്ടില്ല. ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നമ്പേഴ്സ് ഓപ്പൺ ആക്കി. 11, 12, 13, അതുപോലെ 18, 24, പിന്നെ 36, 37, 38, അതുപോലെ 43, 49, 52, 54, 55, അതുപോലെ 70. ഇത്രയും നമ്പേഴ്സ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞു. അതിലൊന്നും ഗോൾഡ് ഇല്ലായിരുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് കോളർ ഏത് നമ്പർ പറയുന്നു നോക്കാം. ഹലോ ഹായ്. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? എന്റെ പേര് രമ്യ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള ചേച്ചിയല്ലേ? ഇടയ്ക്ക് അങ്ങനെ ഒരുപാട് തവണയൊന്നും വിളിച്ചിട്ടില്ല, എന്നാലും 1-2 തവണയൊക്കെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് സൗണ്ട് ഭയങ്കര ഫെമിലിയർ, അതുകൊണ്ടാണ് ചോദിച്ചത്. രമ്യ ചേച്ചി എവിടുന്നാ വിളിക്കുന്നേ? കാരക്കോണം. കാരക്കോണം. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടിൽ ഹസ്ബൻഡും അമ്മയും 2 മക്കളും. 2 മക്കളും. മക്കളൊക്കെ എത്രാം ക്ലാസ്സിലാ? മൂത്തവള് 9th സ്റ്റാൻഡേർഡ്, ഇളയവള് 5th സ്റ്റാൻഡേർഡ്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോ ചേച്ചിയുടെ? ഹലോ, കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ഇല്ല ഇല്ല, കുറച്ച് ജോലി ആയതേ ഉള്ളൂ. കുറച്ചേ ഉള്ളൂ, ബാക്കി ചെയ്യണോ അല്ലേ? അപ്പൊ ചേച്ചി ധൃതിയിൽ നിൽക്കുകയാണ്. ഏതാണ് നമ്പർ? 26. 26 രമ്യ ചേച്ചിക്ക് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. അയ്യോ ഇല്ല, സോറി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ ചേച്ചി, ബൈ. ചേച്ചി സാഡായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചേച്ചിയുടെ സൗണ്ട് കേട്ടറിയാം. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ചേച്ചി പോയി. അപ്പോൾ വിഷമിക്കരുത്, ഇത് ജസ്റ്റ് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. ഈ ഒരു മൊമെൻറ്റിൽ ലക്ക് ഉണ്ടോ എന്ന് നോക്കുന്ന പരിപാടിയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹായ്, നമസ്കാരം. ഹലോ ഹലോ, ACB സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? സലീന. ചേച്ചി ആദ്യം ടിവിയുടെ വോളിയം കുറയ്ക്കണേ. ടിവിയുടെ വോളിയം ഫുള്ളായിട്ട് കുറച്ച് വെക്കുക. ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കുക. ഓക്കെ, അത് തന്നെ കുറയ്ക്ക്. ചേച്ചി പറഞ്ഞു കൊടു. കുറച്ചോ? കുറച്ചു. അടിപൊളി. ചേച്ചി സലീന എന്നല്ലേ പേര്? വീട്ടമ്മയാണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? എന്താണ് കേൾക്കണില്ല? ചേച്ചി വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഹസ്ബൻഡ്, പിള്ളേര്, പിന്നെ ഉമ്മ. ഓക്കെ. പിള്ളേരൊക്കെ എത്രാം ക്ലാസ്സിലൊക്കെയാ? ഒരാള് 7th പഠിക്കണം, ഒരാള് 5th പഠിക്കണം. ഓക്കെ. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോ ചേച്ചിയുടെ? എന്താണ് കുക്കിംഗ് കഴിഞ്ഞോ? ഇന്ന് എന്താണ് സ്പെഷ്യൽ ഉച്ചക്ക്? കുക്കിംഗ് കഴിഞ്ഞ് ട്രെയിൻ പോകുന്നോണ്ട് ഒച്ച കേൾക്കണില്ല. പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിന്റെ അടുത്താണല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ പോവും അല്ലേ? അതെ, തുറവൂരാണ് എന്റെ സ്ഥലം. ഓക്കെ ഓക്കെ ഓക്കെ. റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെ. ഓക്കെ. അപ്പൊ ചേച്ചി ഏത് നമ്പറാ ചൂസ് ചെയ്തിരിക്കുന്നേ? നമ്പർ 14. 14. നമുക്ക് നോക്കിക്കളയാം 14ൽ ഗോൾഡ് ഉണ്ടോന്ന്. ഓക്കെ, ലെറ്റ്സ് സീ. 14 ഓപ്പൺ ആക്കുമ്പോൾ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേച്ചി. ബൈ. ഓക്കെ, ചേച്ചിക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല. ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ആർക്കും ഗോൾഡ് കിട്ടിയില്ല. പക്ഷെ ഒരുപാട് നമ്പേഴ്സ് ഇനി ഓപ്പൺ ആക്കാനുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഗോൾഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ആ ഗോൾഡ് കിട്ടുന്ന വിന്നേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ വിളിക്കണം. വിന്നേഴ്സ് ആരാണെന്ന് അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല അല്ലേ? അത് വിന്നറായി കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹായ്. ഹലോ നമസ്കാരം. ഇതാരാണ്? എന്റെ പേര് ജിമ്മി. ഓക്കെ ജിമ്മി, സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. എവിടുന്നാ വിളിക്കുന്നത് ജിമ്മി? എറണാകുളം. വീട്ടിലാരൊക്കെയാ ഉള്ളത്? അച്ഛനമ്മ, ഞാൻ. ഓക്കെ, എന്താ ചെയ്യുന്നത് ജിമ്മി? സെയിൽസ് വർക്കാണ്. ഇന്ന് അവധിയാ അല്ലേ? സാറ്റർഡേ സൺഡേ അവധിയുണ്ടോ അതോ സൺഡേ മാത്രം? സൺഡേ ഉള്ളൂ. ഓക്കെ, ഇന്ന് എന്താണ് സൺഡേ പരിപാടി? പ്രത്യേകിച്ച് പരിപാടിയിൽ ഒരു പ്ലാനും ഇല്ല, പുറത്തൊന്നും പോകുന്നില്ല? ഇല്ല, ഇന്ന് റെസ്റ്റ്. ഓക്കെ ഓക്കെ. ഏതാണ് നമ്പർ ചൂസ് ചെയ്തിരിക്കുന്നത്? 44. 44 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. ലെറ്റ്സ് സീ. 44 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല. ഓക്കെ, താങ്ക് യു, ബൈ.
പക്ഷെ ജിമ്മിക്കും കിട്ടിയില്ല, സാഡായി എന്നാണ് എനിക്ക് തോന്നുന്നത്. 44-ലും ഗോൾഡ് ഇല്ലായിരുന്നു. എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരാം. ഇനി ACV സ്വർണ്ണവർഷത്തിൽ ഷോർട്ട് ബ്രേക്ക്. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പാട്ടിൻ്റെ ഒരു ലഘു വീഡിയോ 8086011443 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നിങ്ങൾക്കും പാടാൻ അവസരമൊരുങ്ങും സിംഗിങ് സ്റ്റാർസിൽ. സിംഗിങ് സ്റ്റാർസ് കാണുക എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം ACVയിൽ. ACV സ്വർണ്ണവർഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. സോ നമ്മുടെ സ്വർണ്ണവർഷത്തിൽ നമ്മൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നമ്പേഴ്സ് ഓപ്പൺ ചെയ്തു. ഇനിയും ഒരുപാട് നമ്പേഴ്സ് ഓപ്പൺ ചെയ്യാനുണ്ട്. പക്ഷെ നമുക്ക് ഇതുവരെ ഈ എപ്പിസോഡിൽ ഒരു വിന്നറിനെ പോലും കിട്ടിയില്ല. ഇനി ഈ ഒരു സെക്കൻഡ് ഹാഫിലാണ് വിന്നേഴ്സൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് വിളിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മൾ ചെറിയൊരു ആക്ഷൻ മതി ഇന്ന് നിങ്ങളുടെ ലക്ക് ഭാഗ്യം തെളിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മിസ് ചെയ്യരുത്. സോ യെസ്, എന്തായാലും നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഓപ്പൺ ആയിരിക്കുന്നത് ഫസ്റ്റ് റോയിൽ ഒരു 4 ബോക്സസ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 50 to 60 റേഞ്ചിലും അതുപോലെ 30 to 40 ഒക്കെയാണ് കൂടുതലായിട്ട് പോയിരിക്കുന്നത്. എന്നാലും കമ്പാരിറ്റീവ്ലി എല്ലാത്തിലും കുറേ ഉണ്ട് എന്ന് വേണം പറയാൻ. കുറേ ബോക്സസ് ഓപ്പൺ ആകാനുണ്ട്. എന്തായാലും നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്? ഹലോ ഹലോ ഹലോ, ഇതാരാ? എറണാകുളത്ത് നിന്നാണ്. എറണാകുളത്തുനിന്ന്. പേരെന്താ? അനില. അനില. ഓക്കെ. അനില. അനില, വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി? വീട്ടിൽ ഞാനും ഭർത്താവും മോനും ഒരു മോളും കൊച്ചും. ആഹാ, കൊച്ചുമോനാണോ? കൊച്ചുമോനാണ്. എന്താണ് പേര് കൊച്ചുമോന്റെ? അദ്വിക്. അദ്വിക്. എത്രാം ക്ലാസ്സിൽ അദ്വിക്? അദ്വിക് LKG പഠിക്കുന്നു. LKG പഠിക്കാണ്. ഓക്കെ. കുസൃതി കുട്ടനാണോ അദ്വിക്? അയ്യോ, ഒന്നും പറയണ്ട. ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ അദ്വികിന് ചെയ്തോണ്ടിരിക്കാൻ? ഇഷ്ടം. അതാണ് ഇഷ്ടം. അതൊക്കെ ഇടി ഒക്കെ ഉണ്ടോ? ഇടി ചവിട്ട്? അയ്യോ, ഇടി ചവിട്ടൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ആരുടെ പുറത്താ? ചേച്ചിയുടെ പുറത്താണോ? അനിയന്റെ മോനുണ്ട്, അതായിട്ട് നേരവും അടിയാണ് അല്ലേ? ഓക്കെ ഓക്കെ ചേച്ചി, ഏതാണ് നമ്പർ? നോക്കട്ടെ, ഞാൻ 16. 16. ഓക്കെ, 16 നമുക്ക് ഗോൾഡ് ഉണ്ടോ നോക്കിക്കളയാം. ലെറ്റ്സ് സീ. 16 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ലല്ലോ ചേച്ചി. കുഴപ്പമില്ല. ഏറ്റവും വലിയ സന്തോഷം വിളിച്ചപ്പോ കിട്ടിയല്ലോ. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയേക്കണ. ആണല്ലേ? എനിക്ക് ഒരുപാട് സന്തോഷം ചേച്ചിയോട് സംസാരിച്ചപ്പോ. ചേച്ചി ഇനിയും വിളിക്കണം, ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക് യു ചേച്ചി. ശരി. ഓക്കെ ചേച്ചി ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. വിളിച്ച് കിട്ടിയത് തന്നെ ഹാപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യണം അല്ലേ? എന്ത് കാര്യം ഒരു ട്രൈ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അതും ഒരു ചിലവില്ലാതെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചില ദിവസങ്ങളിൽ കിട്ടിയെന്ന് വരും, ചില ദിവസം കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്, ട്രൈ ചെയ്യാൻ മടിക്കരുത്. ഓക്കെ, അതുപോലെ വാട്സപ്പിലും അയക്കാം. നമുക്ക് എന്തായാലും നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? ആർച്ച. ആർച്ച എവിടുന്നാ വിളിക്കുന്നേ? ചങ്ങനാശ്ശേരി. എന്താ ചെയ്യുന്ന ആർച്ച? ഞാൻ നേഴ്സാണ്. നേഴ്സാണ്. ഓക്കെ. ഇടയ്ക്ക് വിളിക്കാറുള്ള ആർച്ചയാണല്ലേ? അതെ, കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചായിരുന്നു. ഇന്ന് അവധിയാ അല്ലേ? അതെ. അതോ ഇന്ന് നൈറ്റ് പോണോ? ഇനി വേണ്ട, ഇന്ന് ഡ്യൂട്ടി ഇല്ല. ഓക്കെ. ഗോൾഡ് കിട്ടിയിട്ടുണ്ടോ ഇതിനു മുന്നേ? ഇല്ല, കിട്ടിയിട്ടില്ല. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ആർച്ചയുടെ? അമ്മയും ഹസ്ബൻഡും. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ? ഹസ്ബൻഡ് എഞ്ചിനീയർ ആണ്. ഓക്കെ. നമ്പർ ചൂസ് ചെയ്തോ?
നമ്പർ 56. 56 അല്ലേ? 56 അല്ല 66. 66 66 അല്ലേ? 66 നമുക്ക് ഗോൾഡ് ഉണ്ടോ ആർച്ചയ്ക്ക് എന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നോക്കട്ടെ ഗോൾഡ് ഉണ്ടോ എന്ന് തുറന്ന് നോക്കുമ്പോൾ അയ്യോ ഇല്ലല്ലോ. സോറി. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നോക്കാവേ. ഓക്കെ, ബൈ. കിട്ടിയില്ല എന്ന് അറിഞ്ഞപ്പോഴേ സന്തോഷമായി എന്ന് പറയുന്ന പോലെയാണ് ചിരിച്ചത്. എന്തായാലും ഭയങ്കര ഹാപ്പി. നിങ്ങളിപ്പോൾ ഇൻ കേസ് കിട്ടിയില്ലെങ്കിലും വിഷമിച്ച് വെക്കുന്ന കാണുമ്പോഴാണ് നമുക്കൊരു വിഷമം. പക്ഷെ ഹാപ്പി ആയിട്ട് വെക്കുമ്പോൾ ഒരു സീനും ഇല്ല അല്ലേ? എന്തായാലും നമുക്ക് കുറേയൊക്കെ ബോക്സുകൾ നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി. ഇനി കുറേ നമ്പേഴ്സ് ഏകദേശം ഈക്വലി ഉള്ള പോലെ നിൽക്കുന്നു അല്ലേ? നമ്പേഴ്സാണ് കൂടുതലെന്ന് തോന്നുന്നു, ഓപ്പൺ ആക്കാനുള്ളതാണ് കൂടുതലെന്ന് തോന്നുന്നു. എന്തായാലും ഇനി അങ്ങോട്ട് ഉള്ള കോളേഴ്സിന് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാര്യം നമുക്ക് ആരും ഇതുവരെയും ഒരു വിന്നർ പോലും ആയിട്ടില്ല. അപ്പോൾ ഇനി ഓപ്പൺ ആക്കാനുള്ള ഇത്രയും ബോക്സുകളിൽ നിന്നാണ് വിന്നേഴ്സിനെ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇനി വിളിക്കുമ്പോൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്താൽ മതി, കുറച്ചുകൂടി ഈസി ആണെന്നുള്ളതാണ്. എന്തായാലും നമ്മൾ നെക്സ്റ്റ് കോളർ ഏതാണ് ചൂസ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ഹലോ. ഹലോ, ഹായ്, ഇതാരാണ്? ജയകുമാർ. ജയകുമാർ, എവിടുന്നാ വിളിക്കുന്നേ? പൂജപ്പുര. പൂജപ്പുര. ഓക്കെ, ഇതിന് മുന്നേക്ക് വിളിച്ചിട്ടുള്ള ചേട്ടനല്ലേ? ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലേ ചേട്ടൻ? യെസ്. വീട്ടിൽ ആരൊക്കെയുള്ളത് ചേട്ടന്റെ? വീട്ടില് ഭാര്യയുണ്ട്, 2 പെൺമക്കളുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ഉണ്ടോ ഇന്ന് വീട്ടിൽ? ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. ഫുഡൊക്കെ ആയോ? കഴിച്ചു തുടങ്ങിയോ അതോ കഴിക്കാൻ പോകുന്നേ ഉള്ളോ? കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഏതാണ് നമ്പർ ചേട്ടാ? ഇന്നത്തെ നമ്പർ 27. ഓക്കെ, 27 ജയകുമാർ ചേട്ടന് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കട്ടെ, 27 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ലല്ലോ. സാരല്ല കേട്ടോ. ഓക്കെ ചേട്ടാ, താങ്ക് യു, ബൈ. സോ ചേട്ടന് ഗോൾഡ് കിട്ടിയിട്ടില്ല, വിഷമിക്കേണ്ട, നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇതുപോലെ തന്നെ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യണം, വിളിക്കണം. ഓക്കെ, ഒപ്പം വാട്സപ്പിലും കൂടെ ഉണ്ട്. വാട്സപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിലും കൂടെ അയക്കുക. വാട്സപ്പ് നമ്പർ അറിയാലോ, 8086011443 എന്ന നമ്പറിലോട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്ര അയക്കാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ. ഹായ്, ഇതാരാണ്? ബൈജു. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ? എവിടുന്നാ വിളിക്കുന്നേ ബൈജു? എന്താ ചെയ്യുന്നത് ബൈജു? എന്താണ് ചെയ്യുന്നത്? വർക്ക് ചെയ്യാണ്. വീട്ടിൽ ആരൊക്കെയുള്ളത് ചേട്ടാ? വീട്ടിലെ വൈഫുണ്ട്, 2 മക്കളുണ്ട്. 2 മക്കളും ഉണ്ട്. ഓക്കെ, ഏതാണ് നമ്പർ സെലക്ട് ചെയ്തേ? 64 അല്ലേ? 64. ഓക്കെ, 64 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. 64. എന്തായാലും ഇവിടെ നമ്മൾ ഈ ഒരു റോയിൽ തന്നെ 2 എണ്ണമേ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. എന്തായാലും 64 തുറക്കുമ്പോൾ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. അയ്യോ ഇല്ലല്ലോ, ഇല്ല കേട്ടോ, ഇല്ല. 64 ഗോൾഡ് ഇല്ല. നെക്സ്റ്റ് ടൈം നോക്കാം ചേട്ടാ. ഓക്കെ, ടാറ്റാ. 64 ഗോൾഡ് ഇല്ലായിരുന്നു. അപ്പൊ ഇനി ഏതിലായിരിക്കും ഗോൾഡ് ഉള്ളത് അല്ലേ? നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതിലാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് നോക്കാം. ഇനി ഏതോ ഒരു ഭാഗ്യശാലി, ഒന്നിൽ കൂടുതൽ ഭാഗ്യശാലികൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കോള് ട്രൈ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നാലും നോക്കാം. നമുക്ക് നെക്സ്റ്റ് കോളറാണോ ആ ഭാഗ്യശാലിന്ന്? ഹലോ. ഹായ്, ഇതാരാണ്? ഏതൻ എത്രാം ക്ലാസ്സിലാ? UKG പഠിക്കുന്ന സ്മാർട്ട് ബോയ് അല്ലേ ഏതൻ? സ്മാർട്ട് ബോയ് ആണോ ഏതൻ? സ്മാർട്ട് ബോയ് ആണ്. ഏതൻ എവിടുന്നാ വിളിക്കുന്നേ? തച്ചോട്ടുവാവോ. ഓക്കെ, ഏതൻ ഇന്ന് അവധിയാണല്ലേ, സൺഡേ ആണല്ലേ? സ്കൂളില് നാളെ പോണോ? സ്കൂളിൽ പോണ ഇഷ്ടമാണോ ഏതന്, അതോ ഹോളിഡേ ആണോ ഇഷ്ടം? സ്കൂളിൽ പോകുന്നതാണോ ഇഷ്ടം, അതോ ഹോളിഡേസ് ആണോ ഏതന് ഇഷ്ടം? ആണോ? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ ഏതന്? ഉണ്ടോ? ഉണ്ട്. ആരൊക്കെയാ ഫ്രണ്ട്സ് ഏതന്റെ? ഫ്രണ്ട്സ് ഭൗമിക,
ആദവ ബി, ആദവ് AK. ഓക്കെ, 3 ഫ്രണ്ട്സ് ഉണ്ടല്ലേ. ബേബി ഏതാണ് നമ്പർ? എനിക്ക് 41. 41 ആണ് ഏതൻ ഇഷ്ടം. 41 ആണ് ഏതൻ ഇഷ്ടം. ആര് പറഞ്ഞു തന്ന നമ്പറാ? എന്താ? അമ്മ പറഞ്ഞു തന്ന നമ്പർ ആണോ 41? അല്ല. അല്ല, ഏതൻ ചൂസ് ചെയ്തു അല്ലേ? അടിപൊളി. ഏതൻ പാട്ട് പാടുവോ? പാടിത്തരുമോ ഒരു പാട്ട്? ഏത് പാട്ട്? കേക്കട്ടെ, ഏതെന്റെ പാട്ട് കേക്കട്ടെ. ആ അമ്മ പറഞ്ഞു തരുന്ന പാട്ട് പാടിക്കോ. സാരല്ല സാരല്ല. ഗോൾഡ് ഉണ്ടെങ്കിൽ പാട്ട് പാടി തരുമോ? ഗോൾഡ് സമ്മാനമായിട്ട് കിട്ടിയ പാട്ട് പാടി തരുമോ? പാടും. എന്തായാലും നമുക്ക് നോക്കിക്കളയാം. 41 ഗോൾഡ് ഉണ്ടെങ്കിൽ മാത്രം പാടിയാ മതി. നോക്കാം. ലെറ്റ്സ് സീ, ഏതിന് 41 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. താങ്ക് യു മാത്രം പോരാ, നേരത്തെ പറഞ്ഞ പാട്ട് എനിക്ക് വേണം. ഇംഗ്ലീഷ് സോങ്. ഓക്കെ. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതരിതാ, കാതോളം കാതോളം കേട്ടിരുന്നു ദൈവദൂതൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതരിതാ, കാതോളം കാതോളം കേട്ടിരുന്നു ദൈവദൂതൻ പിറക്കുമെന്ന്. അടിപൊളി. ഏതൻ സ്വർണ്ണം അടിച്ചല്ലോ. അപ്പൊ സ്വർണം കിട്ടിയാലേ പാട്ട് പാടുള്ളൂ അല്ലേ? ഇപ്പൊ അടിപൊളിയായിട്ട് പാടിയല്ലോ. സന്തോഷായല്ലേ? ഇത് ആർക്ക് കൊടുക്കും ബേബി സമ്മാനം? ഗോൾഡ് എന്താ? ഈ ഗിഫ്റ്റ് ആർക്ക് കൊടുക്കും? ബേബിക്ക് ഗോൾഡ് കിട്ടുമ്പോ ആർക്കാ കൊടുക്കാൻ പോണേ? അമ്മയ്ക്ക്. അടിപൊളി. അപ്പൊ വേറെ ഒരു പറച്ചിലും ഇല്ല, അമ്മ തന്നെ. ഓക്കെ, അടിപൊളി. കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും വിളിക്കണം മോൻ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഏതൻ കുട്ടനാണ് നമ്മുടെ ഫസ്റ്റ് വിന്നർ. ഇന്നത്തെ ആദ്യത്തെ ലക്കി വിന്നർ എന്ന് പറയുന്നത് ഏതനാണ്. ഏതൻ 41 പറഞ്ഞു, സമ്മാനവും നേടി. അടിപൊളി. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക. ചിലപ്പോൾ ഇന്നത്തെ നെക്സ്റ്റ് ലക്കി വിന്നർ നിങ്ങളായിരിക്കും. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് കിടക്കാം. ഹലോ ഹലോ, ഇതാരാണ്? ഹലോ, ടോംസ് ആണ്. തോംസൺ. ഓക്കെ, തോംസൺ എവിടുന്നാ വിളിക്കുന്നേ? തൃശ്ശൂർ. ഓക്കെ. ഏതാണ് നമ്പർ ചേട്ടാ? 45 അല്ലേ? 45. ഓക്കെ, 45 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. തൊട്ട് മുന്നേ 41 ഗോൾഡ് ഉണ്ടായിരുന്നത്. ഇപ്പൊ 45 ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ഗോൾഡ് ഉണ്ടോ. ഓക്കെ, ലെറ്റ്സ് സീ. 45. അയ്യോ, ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം സ്വർണം കിട്ടും എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, ബൈ. ഓക്കെ, തോംസൺ ചേട്ടൻ വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ കേൾക്കുന്നില്ല, ഭയങ്കര ഫീബിളായിരുന്നു. ഇനി അടുത്ത തവണ സംസാരിക്കുമ്പോൾ കുറച്ച് സ്മാർട്ടായിട്ട് കുറച്ച് ഉറക്കെയൊക്കെ സംസാരിക്കണം കേട്ടോ, നേരത്തെ നമ്മുടെ ഏതൻ കുട്ടൻ സംസാരിച്ച പോലെ. ഓക്കെ, സോ കൊച്ചു കുട്ടികളെ വിളിക്കുമ്പോൾ ഭയങ്കര രസമാണ് സംസാരിക്കുക. അവർ സ്മാർട്ടായിട്ട് കാര്യങ്ങളൊക്കെ പറയും. എന്നാലും നമ്മൾ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്. ഹലോ, ഇതാരാണ്? തൃശ്ശൂർ. പേരെന്താണ്? ശശിധരൻ. വീട്ടിലാരൊക്കെയുണ്ട് ചേട്ടന്റെ? വീട്ടില് ഞാന്, വൈഫ്. മോള് ലണ്ടനിലാ. മോള് ലണ്ടൻ, UK-യിലാണ്. കഴിഞ്ഞാണ് വിളിച്ചിരുന്നല്ലേ? ഓക്കെ. ചേട്ടാ, അപ്പൊ എന്താണ് ഇന്ന് സൺഡേ പരിപാടി? സൺഡേ എന്താണ് പരിപാടി?
ഒരു പരിപാടി ചിലപ്പോ അപ്പോഴത്തേക്കും ഓക്കെ, ഏതാണ് നമ്പർ? വൈകിട്ട് വടക്കുന്നാല് നമ്പർ ഏതാണ്? 61. 61, 61 അല്ലേ? 61-ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കി കളയാം. ലെറ്റ്സ് സീ. സോ നേരത്തെ ഒരു 41 പറഞ്ഞ സ്വർണം കിട്ടി, ഇനി 61-ൽ ഗോൾഡ് ഉണ്ടോ എന്ന് ലെറ്റ്സ് സീ. അയ്യോ ഇല്ല കേട്ടോ, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ. സോ എന്തായാലും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വാട്സപ്പിൻ്റെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വാട്സപ്പിൽ ഇനി മെസ്സേജ് അയക്കേണ്ട കാര്യമില്ല, അയച്ചിട്ട്. അപ്പോൾ ഇനി ഇതുവരെ അയച്ചവരിൽ നിന്നായിരിക്കും വാട്സപ്പ് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുക. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? വിളിക്കുക, കോൾ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ട്. ഇനിയുള്ള 15 മിനിറ്റ്സ് നിങ്ങൾക്ക് കോൾ ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയുള്ള ചാൻസ് മിസ് ചെയ്യരുത്. ഒരു വിന്നറെ നമുക്കായിട്ടുള്ളൂ, ഇനി വിന്നേഴ്സിനെ കിട്ടാനുണ്ട്. സോ വിളിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് നേരത്തെ 41-ലായിരുന്നു ഗോൾഡ് ഉണ്ടായിരുന്നത്. നമ്മുടെ കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? ഞാൻ രാഗിണി. രാഗിണി 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 എവിടുന്നാ വിളിക്കുന്നേ? എറണാകുളം. എറണാകുളം. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടിലിപ്പോ ഞാനും എന്റെ കൊച്ചുമോനും മാത്രമേ ഉള്ളൂ. കൊച്ചുമോനും മാത്രമേ ഉള്ളൂ. കൊച്ചുമോന്റെ പേരെന്താ? കൊച്ചുമോന്റെ പേര് ശ്രീയാൻ. ശ്രീയാൻ. എത്രാം ക്ലാസ്സിലാ കൊച്ചുമോൻ? ശ്രീയാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, എല്ലാവരും പുറത്ത് പോയിരിക്കുകയാണോ ശ്രീയാന്റെ അമ്മയും അച്ഛനും ഒക്കെ? ആണ്. ആന്റി ആണോ മെയിൻ ആയിട്ട് നോക്കുന്നേ മോനെ? ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഏതാണ് നമ്പർ ചൂസ് ചെയ്തിരിക്കുന്നത്? 14 ആണോ? 14 ആണോ 40 അല്ലേ? 40. ഓക്കെ, 40-ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. നോക്കട്ടെ. 40 ഓപ്പൺ ആക്കുമ്പോൾ ഗോൾഡ് ഇല്ല കേട്ടോ. സാരമില്ല, ഗോൾഡ് കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, താങ്ക് യു ചേച്ചി, ബൈ. സോ യെസ്, ഇതുവരെ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി സ്വർണം കൊടുക്കണോ അല്ലേ? ഇനി കുറച്ച് സമയം കൂടെ ഉണ്ട് നിങ്ങൾക്ക് കോളിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സ്വർണം നേടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ വാട്സപ്പിലോട്ട് വിന്നേഴ്സ് പോകും. അതുകൊണ്ട് പെട്ടെന്ന് വിളിക്കുക, കണക്ട് ചെയ്യുക, സമ്മാനം നേടുക. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 20s കുറേ നമ്പേഴ്സ് ഉണ്ട്, 30s കുറേ നമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എല്ലാത്തിലും ഉണ്ട് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഏറ്റവും കുറവ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റോയിലും അതുപോലെ തന്നെ ഈ ഒരു 40 to 50 റോയിലുമാണ് ഏറ്റവും കുറവ് നമ്പേഴ്സ് ഉള്ളത്. ബാക്കി എല്ലാ റോയിലും അത്യാവശ്യം നമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ. ആദ്യം തന്നെ ടിവിയുടെ വോളിയം ഒക്കെ കുറച്ച് വെക്കണേ. ഹലോ, ഇതാരാണ്? സുഷമ. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നത് ചേച്ചി? ആലുവ. എന്താ ചെയ്യുന്നത് ചേച്ചി? ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ ചേച്ചി? കുറച്ചോ? വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ചേച്ചിയുടെ? ഞങ്ങളിപ്പോ ഹസ്ബൻഡും ഞാനും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹസ്ബൻഡിന്റെ പേരെന്താണ്? ബാലൻ സുഷമയും. ഓക്കെ, സോ ഇന്ന് ഏതാണ് നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത്? 62. 62. ഓക്കെ, 62, 62 നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ലെറ്റ്സ് സീ. 62 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ. ഓക്കെ, സാരമില്ല. ഓക്കെ ചേച്ചി, താങ്ക് യു. ശരി എന്നാ, ശരി. ചേച്ചിക്ക് ഭയങ്കര സന്തോഷം. കിട്ടാത്തതിൻ്റെ ആണോ സന്തോഷം എന്ന് എനിക്കറിയില്ല. എന്തായാലും കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും ഒക്കെ ആ ഒരു സന്തോഷം എപ്പോഴും വേണം. ഒരിക്കലും നമ്മൾ സാഡ് ആവരുത്, ഈ പ്രത്യേകിച്ച് ഈ ഭാഗ്യ പരീക്ഷണങ്ങളിൽ അല്ലേ. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ, ഹായ്. ഇതാരാണ്? എന്റെ പേര് ശ്രീഷ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണേ. ഓക്കെ, ശ്രീഷ, ACV സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. എന്താണ് ചെയ്യുന്നത് ശ്രീഷ? ഞാനൊരു ഫാർമസി ഡിസ്ട്രിബ്യൂട്ടിങ്ങിൽ വർക്ക് ചെയ്യുന്നു. ഫാർമസി വന്നിട്ട് അമ്മയാണ്. ഓക്കെ, വർക്ക് ചെയ്യുന്നത്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിലെ ഹസ്ബൻഡ്, 2 മക്കള്. സൺഡേ അവധിയാണല്ലേ? അത് സാറ്റർഡേ സൺഡേ അവധിയാണോ അതോ സൺഡേ മാത്രം? എന്താ കേട്ടില്ല. സൺഡേ മാത്രമേ അവധിയുള്ളൂ അതോ സാറ്റർഡേ സൺഡേ അവധിയുണ്ടോ? അതെ. സൺഡേ മാത്രം. ഓക്കെ, ഇന്ന് എന്താണ് സൺഡേ പരിപാടി?
പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വീട്ടിലല്ലേ, അപ്പൊ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഇന്നൊരു ദിവസം കിട്ടുന്നുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അല്ലേ? അല്ലേ? ഓക്കെ, ഏതാണ് നമ്പർ? 60 അല്ലേ? 60 നമുക്ക് ഗോൾഡ് ഉണ്ടോ നോക്കി കളയാം. 60 ഓപ്പൺ ആക്കുമ്പോൾ നോക്കാം ഗോൾഡ് ഉണ്ടോ. 60 അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല. ഓക്കെ, ആണ്. ഇനി ഇതുപോലെ വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ബൈ. ഓക്കെ, 60 ഗോൾഡ് ഇല്ലായിരുന്നു. ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 41 മാത്രമാണ് നമ്മൾ കണ്ടെത്തിയത് അല്ലേ? എന്നാൽ 41 മാത്രമാണോ ഗോൾഡ് ഉള്ളത്? അല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗോൾഡ് ഉണ്ട്. പക്ഷെ ഒരാളെ ഇതുവരെ കണ്ടെത്തിയുള്ളൂ. ഏതൻ മോനാണ് കണ്ടെത്തിയത്, സ്മാർട്ട് ബോയ് ഏതൻ. അപ്പോൾ നമുക്ക് മറ്റൊരു കോളിലോട്ട് പോവാം. ഹലോ, ഹായ്. ഹലോ, നമസ്കാരം. ധാരാണ്? കുഞ്ഞികൃഷ്ണൻ. കുഞ്ഞികൃഷ്ണനാണ്. വീട്ടിലാരൊക്കെയുണ്ട്? കേട്ടോ, കുഞ്ഞികൃഷ്ണൻ ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉണ്ണികൃഷ്ണൻ, കുഞ്ഞികൃഷ്ണൻ. എനിക്ക് മനസ്സിലായി, കുഞ്ഞികൃഷ്ണൻ. അത് തന്നെ, കുഞ്ഞികൃഷ്ണൻ. എനിക്ക് ആദ്യമേ പേര് കിട്ടി. എന്റെ വീട്ടിലെ ഭാര്യയുണ്ട്, 3 കുട്ടികള്. 3 മക്കളുണ്ട് അല്ലേ? ഓക്കെ, മക്കളൊക്കെ എത്രാം ക്ലാസ്സിലൊക്കെയാ? അതെ, മക്കളൊക്കെ വലിയ കുട്ടികളായി. ക്ലാസ്സിലൊക്കെ ജോലിക്കൊക്കെ അല്ലേ? വേറെ പോയിരിക്കാണ്. ഒരാള് വേറെ പോയി, ഒരാള് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ? സെലക്ട് ചെയ്ത നമ്പർ ഏതാ ചേട്ടൻ? 22. 22 അല്ലേ? 22 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. ഗോൾഡ് ഉണ്ടോ 22? ലെറ്റ്സ് സീ. അയ്യോ ഇല്ലല്ലോ. സാരമില്ല. ഓക്കെ ചേട്ടാ, താങ്ക് യു ചേട്ടാ, ബൈ. സോ കുഞ്ഞികൃഷ്ണൻ ചേട്ടനും കിട്ടിയിട്ടില്ല. ചേട്ടൻ 22 ആണ് പറഞ്ഞത് അല്ലേ? ഇനി ഏതിലായിരിക്കും ഉള്ളത്? ഇനി 21 23 25 28 29 30 ഇതിലൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ വിളിച്ച് ഓപ്പൺ ആക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. എന്തായാലും നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ, ഹായ്. ഇതാരാണ്? എന്റെ പേര് അനു. അനു എന്താ ചെയ്യുന്നേ? ഞാൻ ഹൗസ് വൈഫ് ആണ്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട്. എവിടെയാണ്? പേരൻസ് ഉണ്ട്. ഓക്കെ, എവിടെയാണ് സ്ഥലം? സ്ഥലം കണ്ണൂര്. കണ്ണൂര്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ? എന്തോ? ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ? ഹസ്ബൻഡ് പോലീസിലാണോ? ഓക്കെ. ഇന്ന് ഡ്യൂട്ടി ഉണ്ടോ ഹസ്ബൻഡിന്? ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ അവധിയൊക്കെ എങ്ങനെയാ കിട്ടാറ്? വീക്ക്ലി ഓഫ് ഉണ്ടോ? എന്തോ? ഹസ്ബൻഡിന് വീക്ക്ലി ഓഫ് ഉണ്ടോ? സൺഡേ ഡ്യൂട്ടിയിലായോണ്ട് ചോദിച്ചതാ. ഓഫ് ഉണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ഡ്യൂട്ടി വന്നതാണ്. ഓക്കെ, എന്താണ് ഇന്ന് ഫുഡ് സ്പെഷ്യൽ വീട്ടില്? ഇന്ന് ചിക്കൻ ആണ്. ചിക്കൻ കറിയാണോ ചിക്കൻ ബിരിയാണിയാണോ? ചിക്കൻ കറി പോലെ ഉണ്ടാക്കി കഴിഞ്ഞോ? ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, ഏതാണ് നമ്പർ ചൂസ് ചെയ്തത്? നമ്പറാ പറയാ 47. 47. ഓക്കെ, 47 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കി കളയാം. ഓക്കെ, ലെറ്റ്സ് സീ. 47 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. സാരമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. സോ നമ്മുടെ ഇത് ലാസ്റ്റ് കോളർ ആയിരുന്നു. ഇനി നമുക്ക് വാട്സപ്പ് വിന്നേഴ്സിനെയാണ് വേണ്ടത് അല്ലേ? ആരൊക്കെയാണ് എന്നറിയണ്ടേ? 2 പേരാണ് നമുക്കുള്ളത്. ആരൊക്കെയാണെന്ന് നോക്കാം. മൻഷയാണ് നമ്മുടെ ഒരു വിന്നർ. ഒല്ലൂരിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 57 ആണ് പറഞ്ഞിരിക്കുന്ന നമ്പർ. ഓപ്പൺ ചെയ്ത് നോക്കാം ഗോൾഡ് ഉണ്ടോ എന്ന് 57. ഓക്കെ, ലെറ്റ്സ് സീ. 57 ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. നെക്സ്റ്റ് വിന്നർ എന്ന് പറയുന്നത് ലെവിൻ ബാസ്റ്റിൻ ആണ്.
തൃശ്ശൂരിൽ നിന്നാണ് ലെവിൻ അയച്ചിരിക്കുന്നത്. 29 ആണ് പറഞ്ഞിരിക്കുന്ന നമ്പർ. നമുക്ക് നോക്കാം 29-ൽ ഗോൾഡ് ഉണ്ടോ. ലെറ്റ്സ് സീ. 29 ഓപ്പൺ ആക്കുമ്പോൾ ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. അപ്പോൾ അങ്ങനെ നമുക്ക് 3 വിന്നേഴ്സിന് ഇന്നത്തെ ദിവസം കിട്ടി. അപ്പോൾ വിന്നേഴ്സിന് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. വിന്നേഴ്സ് ആവാത്തവരും ഉണ്ട്, അവരൊന്നും വിഷമിക്കേണ്ട. നെക്സ്റ്റ് സൺഡേ ഇതുപോലെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ പോവാണ്. എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ നേർന്നുകൊണ്ട്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ. ദിസ് ഇസ് ശില്പ സൈനിങ് ഓഫ്.